റമദാൻ പോയൊരു പോക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പെരുന്നാളുമായി. ഇന്നത്തെ ക്ലീനിങ്ങിന്റെ ബാക്കി ഇന്നും ഉണ്ടായിരുന്നു ഗൈസ്. സെറ്റിയുടെ കവറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഇക്ക തന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുന്നലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുന്നിയൊക്കെ വെച്ചു. അതിനുശേഷം നമ്മൾ ഇന്ന് പുറത്ത് പോകാൻ പ്ലാനിട്ടതാണ്. രാവിലെ പ്ലാനിട്ടതാണ്. ഇറങ്ങിയപ്പോൾ എന്തായാലും നല്ല ലേറ്റായി. കുറച്ച് ദൂരെയാണ് ഗൈസ് പോകുന്നത്. നോക്കി കുറച്ച് ദൂരെ അവിടെ തന്നെ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹേസുട്ടിനെ ആദ്യം തന്നെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മളും റെഡിയായി. വൈകുന്നേരമായിട്ടും വെയിലിന് ഒരു കുറവുണ്ടായിരുന്നില്ലേ. ഇപ്പൊ നമ്മുടെ ചാനൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നു. എല്ലാവർക്കും അതെ. അങ്ങനെ നമ്മൾ ടാറ്റ പോവാണ് ഗൈസ്. അങ്ങനെ താ ഇറങ്ങിയപ്പോൾ ഒരു ലോഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അതെപ്പോഴും ഉണ്ടാവുമല്ലോ. ഇന്നലെ ക്ലീനിങ് കൂടെ ചെയ്തുകൊണ്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഒരു ബാണ്ടക്കെട്ട്. അതിനുശേഷം നമ്മൾ നടന്നു. നല്ല വെയിലുണ്ടായിരുന്നു. നടന്ന് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് ഗൈസിട്ടിനെ അതിനകത്താക്കി ഡ്രസ്സ് നോക്കാനായിട്ട് ഡ്രസ് സെക്ഷനിലേക്ക് പോയി. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. കാരണം ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. വലിയ കളക്ഷൻ ഇല്ലെങ്കിൽ എനിക്ക് നോക്കിയെടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് കളക്ഷൻ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ അടിച്ച് കിളി പോകും. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നോക്കി ഇങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല ഗൈസ്. അതിനുശേഷം ഗൈസിട്ടിൻ്റെ ഒരു ഗ്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ അത് വെക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒരെണ്ണം എടുത്ത് പക്ഷേ ഞാൻ തന്നെ പൊട്ടിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് മുങ്ങി ഗൈസ്. ചെക്കൻ ഭയങ്കര ആലമ്പായിരുന്നു ഗൈസ്. അതിൽ നിന്ന് ഇറങ്ങാനും ഓടാനും ഒക്കെ ആയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ മാത്രമായി ഷോപ്പിംഗ് ഇക്കായും വയസ്സും അവിടെ ഫുള്ള് നടക്കലായിരുന്നു. ഡ്രാഗൺ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നാട്ടിൽ വെച്ച് ഗൈസിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നേ. അങ്ങനെ ഡ്രാഗൺ വാങ്ങിച്ചതാണ്. പക്ഷേ പണി കിട്ടിയ പിങ്ക് അല്ലായിരുന്നു ഗൈസ്. വൈറ്റ് ആയിരുന്നു. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയി. അതിനുശേഷം നേരെ പെട്ടെന്ന് വന്നിട്ട് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇടയിൽ എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഗ്ലാസ് പൊട്ടി ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ്സാണ് ഗൈസ്. പക്ഷേ കുഴപ്പമില്ല. ഇത് മാറ്റം ജ്യൂസ് ഒന്നും അടിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിംറ്റോയും ABC കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ എനർജി ഡ്രിങ്ക് ആക്കി ഗൈസ്. ഇനിയും ചോദിക്കരുത് ഐസ് ക്യൂബ് എന്താണ് വൈറലായിട്ടുള്ള നമ്മുടെ ABC ഗ്ലൂട്ടാത്തിയോൺ ഐസ് ക്യൂബ് ഇല്ലേ, ആ ഒരു സംഭവമാണ് ഗൈസ്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മൾ നോമ്പ് തുറന്നു ഗൈസ്. എന്താ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ടാറ്റാ ബൈ ബൈ.